വീണ്ടും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രിക്ക് പറ്റുന്ന പണി നാടക കമ്പനി നടത്തലെന്ന് വിമർശനം. ഒരു വശത്ത് പ്രതിഷേധവും മറുവശത്ത് സുരക്ഷ ഒരുക്കുകയുമാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്ന് ഗവർണർ വ്യക്തമാക്കി. താൻ ഒന്നിനോടും ഭയപ്പെടില്ലെന്നും പോലീസിനോട് സഹതാപം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂരിൽ വെച്ച് SFIയുടെ കരിങ്കൊടി പ്രതിഷേധം നേരിട്ട പശ്ചാത്തലത്തിലായിരുന്നു ഗവർണറുടെ പരാമർശം. They are being made to stand in the sun. And who is responsible for it? The Chief Minister. I think it will be a better career for him if he starts a theatre company. On one hand, he is directing the SFI to stage these violent protests, and on the other hand, he is asking the police to arrest them. So it will be much better for him. I am advising him, he should start a theatre company and become a director of a theatre company. നൽകാൻ മനോജ്, രൂക്ഷമായ വിമർശനമാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം പ്രകോപിതനായതുകൊണ്ടാണ്. SFIക്കാർ ഇങ്ങനെ നിരന്തരം പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പിറകിൽ മുഖ്യമന്ത്രി തന്നെയാണെന്ന് ഗവർണർ ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് അദ്ദേഹം ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞത്? തൃശ്ശൂരിൽ വെച്ച് SFIയുടെ കരിങ്കൊടി പ്രതിഷേധം നേരിട്ട പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. 2 ദിവസമായി തൃശ്ശൂരിൽ ഗവർണറുണ്ട്. ഗവർണർക്ക് നേരെ SFIയുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള പ്രതിഷേധം, അതായത് പല സംഘങ്ങളായി തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ വഴി തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനമായിരുന്നു SFIയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നത്. കാരണം ഇതിൽ തന്നെ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് കൃത്യമായും ഈ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ SFIക്കാർ സംഘടിച്ചെത്തുന്നത്. എന്നാൽ അദ്ദേഹം തന്നെ തനിക്ക് സുരക്ഷ ഒരുക്കാനും പറയുന്നു. അത്തരത്തിൽ പറയുന്ന മുഖ്യമന്ത്രി തീർച്ചയായും ഒരു നാടക കമ്പനി തുടങ്ങുന്നതായിരിക്കും നല്ലത് എന്ന തരത്തിലായിരുന്നു ഗവർണറുടെ വിമർശനം. ഇതിൽ തന്നെ പോലീസിനോട് തനിക്ക് സഹതാപമാണുള്ളത്. അതുപോലെ തന്നെ ഈ SFIക്ക് തന്നെ വേദനിപ്പിക്കാനാകില്ല എന്നുള്ള കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. തന്റെ വാഹനത്തിനെ ചിലപ്പോൾ വേദനിപ്പിക്കാനാകും, എന്നാൽ കൃത്യമായും തനിക്ക് ഇതിൽ വേദനയൊന്നുമില്ല എന്നുള്ള കാര്യമാണ് ഗവർണർ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെയാണ് വലിയൊരു പരിഹാസ രൂപേണയാണ് മുഖ്യമന്ത്രിയോട് ഒരു നാടക കമ്പനി തുടങ്ങണമെന്ന് ഗവർണർ ആവശ്യപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് ഈ ഇരട്ടത്താപ്പ്. കാരണം SFIയോട് ഒരു ഭാഗത്ത് പ്രതിഷേധിക്കാൻ പറയുന്നു, മറുഭാഗത്ത് തനിക്ക് സുരക്ഷ ഒരുക്കാൻ പറയുന്നു. അത്തരത്തിൽ ഒരു ഇരട്ടത്താപ്പുമായാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഏങ്ങണ്ടിയൂരിൽ വെച്ചാണ് 15-ലധികം വരുന്ന SFI പ്രവർത്തകർ ചേർന്ന് ഈ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് മുമ്പിലോട്ട് ചാടിക്കടക്കാൻ ശ്രമിച്ചത്. ആ സമയത്താണ് അവിടെ ഗവർണറുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഈ ഒരു SFI പ്രവർത്തകരെ തടഞ്ഞ് 14 പേരെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസവും ഇതുപോലെ പല ഇടങ്ങളിലായി ഈ വാഹന വ്യൂഹത്തിന് നേരെ അതിക്രമം ഉണ്ടായി. എന്തായാലും ഈ ഒരു സംഭവത്തിൽ കൃത്യമായും SFI പ്രവർത്തകർക്ക് ഈ വിവരങ്ങൾ ചോർത്തി നൽകുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുമാണെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും അവരുടെയൊക്കെ 2 ദിവസത്തെയും ഗവർണറുടെ എല്ലാ പരിപാടികളും, അതുപോലെ തന്നെ ഏതൊക്കെ വഴിയാണ് വാഹനം പോകുന്നതെന്നുള്ള കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ SFI പ്രവർത്തകർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ, ഇത്തരത്തിൽ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ മനോജ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ആംബുലൻസിന് വട്ടം ചാടി SFI പ്രവർത്തകർ ആംബുലൻസ് ഡ്രൈവറെ കരിങ്കൊടി കാണിച്ച സാഹചര്യം വരെയുണ്ട്. ആവേശം കൂടി നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ യാത്രാ വിവരങ്ങൾ ചോർത്തി നൽകുന്നു എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടായിരിക്കും. ഗവർണർ അത്തരത്തിലുള്ള ആരോപണം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. പക്ഷേ പോലീസിനോട് സഹതാപം മാത്രമാണെന്ന് പറയുന്നത് മുഖ്യമന്ത്രി നടത്തുന്ന അണിയറയിൽ മുഖ്യമന്ത്രിയാണ് ഈ നാടകത്തിൻ്റെത് എന്ന് ഇരിക്കെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയാണ്. സോ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മറികടക്കാൻ പോലീസ് അധികാരികൾക്ക് പോലും കഴിയാത്തൊരവസ്ഥ ഗവർണർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം പോലീസിനോട് സഹതാപം മാത്രമെന്ന് ഗവർണർ കൂട്ടിച്ചേർത്ത്. എന്തായാലും ഈ നിരന്തരമായി നടക്കുന്ന പ്രശ്നങ്ങൾ ഈ ഗവർണർ സർക്കാർ പോലെ ഒരിക്കലും പരിഹരിക്കപ്പെടാതെ സമാന്തരമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് അത് നമ്മൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ കാര്യങ്ങൾ ചെയ്യുന്ന, അതായത് പോലീസിനോട് സഹതാപമെന്നാണ് ഗവർണർ വ്യക്തമാക്കുന്നത്. കാര്യങ്ങളിലടക്കം മുഖ്യമന്ത്രി കാണിക്കുന്ന പലതരത്തിലുള്ള ഒരു SFI പ്രവർത്തകർക്ക് ഉൾപ്പെടെ നിർദ്ദേശം കൊടുക്കുന്നു എന്നുള്ള ഗവർണറുടെ ആരോപണമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്താണ് കൂടുതൽ പ്രതിഷേധം, അതായത് കൂടുതൽ അതിക്രമങ്ങൾ ഗവർണറുടെ വാഹനത്തിന് നേരെ ഉണ്ടാകുന്നത്. ഇനിയും പ്രതിഷേധിക്കുമെന്നുള്ള തരത്തിലാണ് SFIയുടെ നിലപാട്. ഇതിനൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം കൂടെ നിലനിൽക്കുകയാണ്. അതൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആംബുലൻസ്
ഉൾപ്പെടെ കരിങ്കൊടി കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ പോകുന്ന വഴികളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായി വിവരങ്ങൾ SFI പ്രവർത്തകർക്ക് ലഭിക്കുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വണ്ടി പോയതിനു ശേഷം അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളൊക്കെ തന്നെ ഗവർണറുടെ വാഹനമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവിടെ കരിങ്കൊടി കാണിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലക്കാട്, കഞ്ചിക്കോടും അതുപോലെ തന്നെ തൃശ്ശൂരിലെ വിവിധ ഇടങ്ങളിൽ മെഡിക്കൽ കോളേജിലെ കഴിഞ്ഞ ദിവസത്തെ പരിപാടിക്ക് പങ്കെടുക്കാനെത്തിയ ഗവർണറുടെ വാഹനത്തിന് നേരെ ഇത്തരത്തിൽ കരിങ്കൊടി പ്രതിഷേധം. അതിനുശേഷം ഇന്ന് ഏങ്ങണ്ടിയൂരിലും ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുന്നു. എന്തായാലും ഈ സംഭവങ്ങളൊക്കെ തന്നെ തുടർക്കഥയായി മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഗവർണർ വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന ഇരട്ട നിലപാട്, അതായത് സംരക്ഷിക്കാനും അതുപോലെ തന്നെ പ്രതിഷേധിക്കാനും പറയുന്ന നിലപാടാണ് ഇന്ന് ഈ ഗവർണർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. യെസ്, മനോജാണ് വിവരങ്ങൾ നൽകിയത്.